ഈ പുസ്തകത്തിന് ആമുഖമായിട്ട് നോവലിസ്റ്റ് പറയുന്നത് ഞാനൊരു കഥ പറയുന്നു എന്നാണ്. ഈ കഥയിൽ ഞാൻ കണ്ട ജീവിത സമസ്യകളുണ്ട്. മനുഷ്യരുടെ പ്രശ്നങ്ങൾ ലോകത്തെവിടെയും ഒന്നു തന്നെയാണ് എന്ന ദർശനവുമുണ്ട് എന്ന് അദ്ദേഹം പറയും. ഇതാണ് ഈ നോവലിന്റെ സാരാംശം. മനുഷ്യാവസ്ഥയുടെ പ്രശ്നങ്ങൾ, അത് ഏത് ഭാഷയായാലും വർണ്ണവും വർഗവും ഏതായാലും വ്യത്യസ്ത രാജ്യങ്ങളായാലും സമാനമായാണ് മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്. ആ സന്ദേശം, ആ ആശയം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഷിക്കാഗോയിൽ നിന്ന് പിതാവിനെ തേടിയെത്തുന്ന, വേരുകൾ തേടിയെത്തുന്ന ഒരു പെൺകുട്ടിയുടെ കഥയിലൂടെ നോവലിസ്റ്റ് നമ്മെ വായനക്കാരെ മുന്നോട്ട് കൊണ്ടുപോകും. എസ് ഹരീഷ് എന്ന് പറഞ്ഞ മലയാളത്തിൽ ഇന്ന് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന എഴുത്തുകാരന്റെ മീശ എന്ന നോവൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചു വന്നതും അതിനെ തുടർന്ന് അതിൽ ചില കാര്യങ്ങളിൽ വിവാദമുണ്ടായി. ആ നോവൽ വായിക്കാത്ത ആളുകളെല്ലാവരും കൂടെ റോഡിലിറങ്ങി സമരം ചെയ്ത് ഞാൻ ആ സമരത്തിൽ പങ്കെടുക്കാൻ പോയതാണ്. സമരത്തിന്റെ ഇടയിൽ കയറി എന്തിനാ ഈ സമരം എന്ന് ചോദിച്ചു പറഞ്ഞു. മാതൃഭൂമി പത്രത്തിൽ ഒരു ലേഖനം വന്നിട്ടുണ്ട്. ആ ലേഖനത്തിൽ വലിയ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു. ഈ സമരം നടത്തുന്ന ആളുകളാണ്. ആ വിവാദം ഉണ്ടായി. ഹരീഷിന് ജീവാപായം നേരിടുന്നുള്ള സ്ഥിതി ഉണ്ടായി. ആക്രമണമാവാം, ജീവിക്കാൻ പറ്റാത്ത സമയത്ത് ഹരീഷിനെ പലരും വിളിച്ചില്ല, പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്തുള്ളവർ. കാരണം ഇതിൽ കൈവച്ച് കഴിഞ്ഞാൽ പൊള്ളുന്ന എല്ലാവർക്കും അറിയാം. പക്ഷെ രമേശ് ചെന്നിത്തല വിളിച്ചു. അല്ലെങ്കിൽ അദ്ദേഹം പറയട്ടെ, ഹരീഷിനോട് രമേശ് ചെന്നിത്തല പറഞ്ഞ ഒറ്റ കാര്യമാണ്, ഹരീഷെ ഈ നോവൽ ഞാൻ പ്രസിദ്ധീകരിക്കട്ടെ, ശരിയല്ലേ, പ്രസിദ്ധീകരിക്കട്ടെ എന്ന് പറഞ്ഞു. കാരണം ഇത് പ്രസിദ്ധീകരിച്ച വലിയ ശത്രുക്കളെയാണ് ക്ഷണിച്ചു വരുത്താൻ പോകുന്നത്. വലിയ ആപൽക്കരമായ ശത്രുക്കളുണ്ട്. അങ്ങനെ ഒരു സന്നദ്ധത അദ്ദേഹം കാണിച്ചു. അത് സാഹിത്യത്തോടുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രിയത്തെയാണ് കാണിക്കുന്നത്. ഇങ്ങനൊരു നോവൽ എഴുതണം എന്നുള്ള ഒരു ആഗ്രഹം പൊടുന്നനെ ഉണ്ടായതല്ല. കുറെ കാലമായി ഇങ്ങനെ എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു കഥ ഇങ്ങനെ തളം കെട്ടി നിന്ന ഒന്നാണ്. പക്ഷെ അത് എഴുതാനുള്ള സമയം കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. ഇടയ്ക്കൊരു കഥയാക്കി അത് ചുരുക്കാമെന്ന് കരുതി, പക്ഷെ കഥയിൽ അത് നിൽക്കുന്നില്ലാത്തത് കൊണ്ടാണ് നോവലായി മാറ്റാമെന്ന് കരുതി. എഴുതിയപ്പോൾ അത് വളരെ വലിയൊരു നോവലായി പോയി. അപ്പൊ അങ്ങനെ, കാരണം നമ്മുടെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംഭവങ്ങൾ, നമുക്ക് എൻകൗണ്ടർ ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങൾ, അതോടൊപ്പം തന്നെ അനുഭവങ്ങൾ, സ്നേഹം, അതോ സംഘർഷങ്ങൾ, മാനസികമായ അസ്വസ്ഥതകൾ, ഇതെല്ലാം ഓരോ വ്യക്തിയും അനുഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാകും. പക്ഷെ എല്ലാവരും എത്ര വലിയ ആളാണെങ്കിലും അവരുടെ ജീവിതത്തിൽ ഇത്തരം സംഭവങ്ങളെ നേരിടേണ്ടി വരും. അങ്ങനെ നേരിടേണ്ടി വരുമ്പോഴുണ്ടാകുന്ന സംഭവങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു നോവൽ എഴുതണമെന്നുള്ള ആഗ്രഹം ഉണ്ടായത്. ഇപ്പോഴും ഇതൊരു പൂർണ്ണ നോവലാണ് എന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. കാരണം ഞാൻ വായിച്ചിട്ടുള്ള നോവലുകളുടെ അനുഭവങ്ങൾ വെച്ചതൊരു പൂർണ്ണമായ നോവലാണ് എന്നുള്ള വിശ്വാസവും എനിക്കില്ല. അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. തീർച്ചയായും ഇത് എഴുതി വരുമ്പോൾ അത് നമുക്ക് വീണ്ടും വീണ്ടും നമ്മുടെ മനസ്സിലൂടെ കടന്നു വരുന്ന വികാരങ്ങൾ അടയാളപ്പെടുത്തേണ്ടി വരുന്നു എന്നതാണ് നോവൽ വലുതായി പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. ഇനിയും എഴുതണമോ എന്ന് ചോദിച്ചാൽ, എഴുത്തെന്ന് പറയുന്നത് അങ്ങനെ നിർബന്ധിച്ച് ഒരു ദിവസം രാവിലെ എഴുതാൻ കഴിയുന്ന ഒന്നല്ല. നമ്മുടെ മനസ്സിലൂടെ കടന്നു വരുന്ന ചിന്തകളും വികാരങ്ങളും അത് ആവിഷ്കാരത്തിലേക്ക് എത്തിക്കണമെങ്കിൽ അതിന് ധാരാളം കടമ്പകളുണ്ട്. ആ കടമ്പകളിലൂടെ കടന്നു മാത്രമേ എത്താൻ കഴിയൂ. എങ്കിലും എൻ്റെ മനസ്സിൽ ഞങ്ങളുടെ നാടിൻ്റെ ഒരു കായംകുളം രാജാവിൻ്റെ ഭരണകാലം മുതൽ സ്വാതന്ത്ര്യ സമരം വരെയുള്ള അപ്പർ കുട്ടനാടിൻ്റെയും കുട്ടനാടിൻ്റെയും ഓണാട്ടുകാരുടെയും ഒരു ചരിത്ര നോവൽ എഴുതാനുള്ള ആരംഭം കുറിച്ചിട്ടുണ്ട് എന്ന് കൂടി ഞാൻ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ ഒത്തിരി നല്ല സുഹൃത്തുക്കളുടെ പിന്തുണയും സഹകരണവും കൊണ്ടാണ് ഇതൊരു പുസ്തകമാക്കി മാറ്റാൻ കഴിഞ്ഞത്. എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. 97 വയസ്സുള്ള പപ്പേട്ടൻ ഇവിടെ വന്നു എന്ന് പറയുന്നത് എൻ്റെ ജീവിത സാഫല്യമായി ഞാൻ കണക്കാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഈ നോവൽ ഒറ്റ വാക്ക് ഞാനിങ്ങനെ ഒതുക്കി പറയാൻ ശ്രമിക്കുമ്പോൾ, ഇത് ഒരു പുതുമ അല്ലെങ്കിൽ അവകാശപ്പെടുന്ന നോവലാണ്. പക്ഷെ ഒരു പുതിയ തുടക്കക്കാരൻ്റെ എഴുത്ത് എന്ന് നമുക്ക് തോന്നുന്നില്ല. നല്ല ഹൃദയസ്ഥനായിരിക്കുന്ന ഒരു എഴുത്തുകാരൻ്റെ ഒരു സുഖം ഈ നോവൽ പാരായണത്തിൽ എനിക്ക് വായിക്കാൻ കഴിഞ്ഞു, അനുഭവിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ പറയുകയാണ്. അനുവ്യ പറയേണ്ടത് എന്താണ് ഇതിൻ്റെ രഹസ്യം എന്നുള്ളത്. ഇന്ന് വരെ രമേശിനെ അങ്ങനെ ഒരു മുഖം നമ്മൾ കണ്ടിട്ടില്ല. ഒരു നോവലിസ്റ്റിന്റെ മുഖം, കഥാകാരന്റെ മുഖം കണ്ടിട്ടില്ല. പ്രഗത്ഭനായ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലക്ക് ആർജവത്തോടുകൂടി അദ്ദേഹം പ്രവർത്തിക്കുമ്പോഴും ഒട്ടേറെ സഹായങ്ങൾ എല്ലാവർക്കും, ഏത് തലത്തിൽ നിൽക്കുന്ന ആളുകൾക്കും
നിർലോഭം എത്തിക്കുമ്പോഴും അദ്ദേഹത്തിന് ഒരു നോവലിസ്റ്റിന്റെ മുഖം ഞാൻ അദ്ദേഹത്തെ കാണും. പക്ഷെ ആ മുഖം സുന്ദരമാണ്. രാഷ്ട്രീയ മുഖം അല്ലെങ്കിൽ ജീവിതമുഖം എങ്ങനെ സുന്ദരമായിരിക്കുന്നുവോ അതുപോലെ തന്നെ നോവലിസ്റ്റ് എന്നുള്ള നിലയിലും രമേശ് ചെന്നിത്തലയുടെ മുഖം സുന്ദരമാണ്, മനസ്സ് ആർദ്രമാണ് എന്ന് ഈ നോവൽ തെളിയിക്കുന്നു. രമേശ് സാറ് എന്നെ ഇതിലേക്ക് വിളിക്കുമ്പോൾ തന്നെ ഞാൻ തിരുവല്ലയിൽ നിന്ന് വരികയാണ്. പ്രത്യേകിച്ച് എൻ്റെ മകൻ്റെ വിവാഹം അടുത്ത ദിവസം നടക്കാൻ പോകുന്നതിനുള്ള ഒരുക്കങ്ങളിലാണ്. വിളിച്ചപ്പോൾ പറഞ്ഞു കണ്ണൂരിൽ നിന്നും ടി പത്മനാഭൻ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു തിരുവല്ല എത്രയോ അടുത്താണ് എന്നുള്ളത്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിനോടൊപ്പം ഒരു വേദി പങ്ക് വെക്കുന്നത് എന്ന് പറയുന്നതും എനിക്ക് ലഭിച്ച വലിയ ആദരവായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ നിയോഗം എന്നുള്ള ഈ നോവലിനെ കുറിച്ച് ഞാൻ കൂടുതലായി സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഞാൻ അതിലൂടെ യാത്ര ചെയ്തിട്ടില്ല. പക്ഷെങ്കിൽ ഒരു അല്പം ചില സിനിമകൾക്ക് ഒരു 8 സിനിമകൾക്ക് മാത്രം എഴുതിയിട്ടുള്ള കേവലം ഒരു എഴുത്തുകാരെന്ന് പറയാൻ ധൈര്യമില്ലാതെ പറയുന്ന ഒരു തിരക്കഥാകൃത്ത് മാത്രമാണ് ഞാൻ. പക്ഷെങ്കിൽ ഞാൻ എന്നും സ്നേഹിച്ചിരിക്കുന്ന പ്രഭാവർമ്മ സാറിൻ്റെ മുന്നിൽ ഇങ്ങനെ തെളിഞ്ഞിരിക്കുകയാണ്. അക്ഷരങ്ങൾ കൊണ്ട് വലിയ ലോകങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയുന്ന എഴുത്തുകാരെ ഞാൻ എൻ്റെ ചലച്ചിത്ര ഗുരുക്കന്മാരെക്കാൾ കൂടുതൽ ഞാൻ സ്ഥാനത്തിൽ വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഞാൻ അസൂയയോടുകൂടി പലരോടും ദേഷ്യത്തോടുകൂടി പറയാറുണ്ട്, സംവിധായകൻ എന്നുള്ളതിനോടൊപ്പം ഒരു എഴുത്തുകാരൻ കൊണ്ട് എന്തുകൊണ്ട് ഈ 8 സിനിമ എഴുതിയിട്ടും നിങ്ങൾ എന്നെ പറയുന്നില്ല എന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ചോദിച്ചിട്ടുണ്ട്. കാരണം ഒരു ചലച്ചിത്രകാരനാകുവാനായിട്ട് ഞാൻ ഏതാണ്ട് ഒരു 18 വർഷക്കാലം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ ചേർന്ന് പഠിച്ചതാണ്. ഒരു എഴുത്തുകാരനാകുവാൻ ഉള്ള ഒരു മോഹം ഇന്നും ബാക്കി നിൽക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ജീവിതത്തിൽ ഒരു നോവൽ എഴുതണമെന്ന് പത്മനാഭൻ സാറ് പറഞ്ഞതുപോലെ തന്നെ ഒരു നോവൽ എഴുതുക എന്ന് പറയുന്നത് ഇന്നും എൻ്റെ ഒരു വലിയ മോഹമാണ്. അതുകൊണ്ട് തന്നെ വളരെ അസൂയയോടുകൂടിയും സ്നേഹത്തോടുകൂടിയും ആദരവോടും കൂടിയാണ് ഞാൻ ഈ ആദ്യ നോവൽ എഴുതിയ ശ്രീ രമേശ് ചെന്നിത്തലയെ ഞാൻ കാണുന്നത്. നമുക്കറിയാം രാഷ്ട്രീയത്തിൻ്റെ ഒരുപാട് തിരക്കുകൾക്കിലൂടെ സഞ്ചരിക്കുമ്പോഴും മനസ്സിനെ സ്വസ്ഥമായി ഏകാഗ്രതയോടുകൂടി ചിന്തകൾക്ക് പിന്നെ സഞ്ചരിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് അപൂർവമായ ചില നിയോഗങ്ങൾ തന്നെയാണ്. എനിക്ക് ഇദ്ദേഹത്തോട് അസൂയ തോന്നുന്നു. ഉള്ള സത്യം പറയാമല്ലോ, അസൂയ തോന്നുന്നു. ചിക്കാഗോയിൽ നിന്ന് തുടങ്ങി ഒറ്റപ്പാലത്ത് നിന്ന് അവസാനിച്ചിട്ടുള്ള ഇത്. ശ്രീ പി കെ രാജശേഖരൻ നോവലുകൾ എഴുതിയ, ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്ന പ്രശസ്തരായ ഭരണനായകന്റെ രാഷ്ട്രതന്ത്രജ്ഞന്മാർ ഒക്കെ ഓടിച്ചു പറഞ്ഞു. ആർക്കും എഴുതാം, പ്രധാനമന്ത്രിമാർക്കും നരസിംഹറാവുവിനും എഴുതുക. അത് നല്ലതായിരിക്കുമോ എന്നതാണ് പ്രശ്നം. ആർക്കും സിനിമയെടുക്കാം, പക്ഷെ അത് നല്ലതായിരിക്കണ്ടേ, ആളുകൾ വായിക്കണ്ടേ, തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് അത് സഞ്ചരിക്കണം. അതാണ് പ്രശ്നം. ഏതായാലും ഈ നോവൽ നിയോഗം, അതിനുള്ള ഭാഗ്യം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഇതിൻ്റെ കർത്താവിന്. ഞാൻ എല്ലാവിധ എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം ചെന്ന കോൺഗ്രസ്സുകാരനാണ് ഞാൻ എന്ന് എപ്പോഴും അഭിമാനിക്കും. അങ്ങനെയുള്ള ആളാണ് പറയുന്നത് എല്ലാവിധ സൗഭാഗ്യങ്ങളും.
ആസന്ന ഭാവിയിൽ തന്നെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ.